അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിയിട്ട് അറിയാതെ പറ്റിയ പോലെ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി സേതുമാധവന്റെ മുത്തച്ഛനല്ലേ എന്ന് ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴൂ? ഞാൻ വീഴ്ത്തും. ഞാനെന്തെല്ലാം സ്വപ്നം കണ്ടടാ. നമ്മൾ മൂന്നിലൂടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട്. മിണ്ടാതിരിടാ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത്. എത്രണ്ട് കിട്ടിയ മുഴുവനുണ്ട്. ബില്ലെവിടെ? ബില്ലോ? ഇവരാണ് ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മള് പതിവുകാരായതുകൊണ്ട് വായുവിൽ എഴുതി കൂട്ടും. വായില്ലോ? വായു എയർ ഇംഗ്ലീഷ് അറിയില്ലല്ലേ? കാറ്റ്. എന്താ നാറ്റത്? ഇയാളെ കള്ളു കുടിച്ചണ്ട. ഈ ഭൂമിയിൽ ഞാൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്ര. കള്ളവ സത്യവ അല്ല. ഞാനിത് ആരോടാ പറയുന്നേ? അപ്പൊ എന്നോടല്ലേ പറഞ്ഞത്? അപ്പൊ സിസ്റ്ററിന് കോങ്കണ്ണാണല്ലേ? നിന്നോടല്ലേ പറഞ്ഞത്? മൂക്കിന്റെ അറ്റത്താണല്ലോ ശുണ്ടി. ഈ മൂക്കിന്റെ അടുത്ത് നീ കറുത്തിരിക്കുന്നതാണോ ശുണ്ടി? മൂക്കിന്റെ അടുത്ത് കടത്തിരിക്കുന്ന കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ. അതും എന്റെ അമ്മായിയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ. ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ. നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പമ്പും പോലാണല്ലോ. നീ എന്താ രമേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ ഒരു അവസരം തരുന്നില്ലല്ലോ. ഇപ്പൊ നീ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഇല്ല. 79ഓടെ ഞാൻ ആ പ്രസ്ഥാനം നിർത്തി. മടുത്തു. ഇനി കുറച്ച് കാശ് സമ്പാദിക്കണം. അച്ഛനും അമ്മയും പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. എന്നിട്ട് ആ പെൺകുട്ടിയെ സ്നേഹിക്കണം.